എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ഹെൽത്തി, എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന ഒരു ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അത് ഞാൻ കറക്റ്റ് കാണിച്ച് പറഞ്ഞു തരാം. സാധാരണ എല്ലാവരും അരി അരച്ച് വെച്ചിട്ട് പുളിച്ച് തലേ ദിവസം അരച്ച് വെച്ചു പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കും. ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അരച്ച് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ്. ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ട ഐറ്റങ്ങൾ 250 ഗ്രാം പച്ച അരി എടുത്തു. അതിനെ ഒരു പാത്രത്തിലോട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് അതിനെയും എടുത്തു. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് ഒന്നിച്ച് ഒരു പാത്രത്തിലോട്ട് തന്നെ ഇടാം. ഇട്ടിട്ട് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് 1 മണിക്കൂർ വെക്കണം. അതിനെ കുതിർത്ത് വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അതിനെ നമ്മൾ കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ടു. എന്നിട്ട് അതിൻ്റെ സമം മാത്രം വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമുക്കതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിലേ നമുക്ക് ഉപകരിക്കാവുന്ന ഒരു സാധനമാണ് കപ്പ. അതിനെ 1/2 കിലോയാണ്. കപ്പ പൊളിച്ചെടുത്തു. എന്നിട്ട് അത് മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ഇട്ടു. വെള്ളം ഒഴിച്ചതിന് ശേഷം വേണ്ടേ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. കപ്പ നമ്മളിതേ വെള്ളത്തിലിട്ടതേ വെന്തോണ്ടിരിക്കുക. വെന്തൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഊറ്റിയെടുക്കാം. അതുകൊണ്ട് ഞാൻ ഊറ്റിയെടുത്ത് കണ്ട ഹോളുള്ള പാത്രത്തിലോട്ട് ഊറ്റി. വേവിച്ച് വെച്ച കപ്പേനെ നമ്മൾ ഊറ്റിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ടു. എന്നിട്ട് 1 ടീസ്പൂൺ നിറച്ച് ചെറിയ ജീരകം ഇട്ടു. 3 വറ്റൽ മുളകും ഇട്ട് ഒരു 1/2 ടീസ്പൂൺ അരയോ ഒന്നോ ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിക്കകത്തിലിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ കൂട്ടിച്ചേർത്ത് അരച്ച് ഇതേപോലെ എടുക്കണം. ദേ കണ്ട അരച്ചെടുത്തിട്ട് അരിമാവിനകത്തിലോട്ട് കൂട്ടിച്ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഞാൻ കൂട്ടിച്ചേർക്കാം കണ്ടോ. ഇതിന് കട്ടി കൂടുതലാണെങ്കിലേ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് സോഫ്റ്റാക്കാം. ആവശ്യത്തിന് ഉപ്പോ എരിവോ അത്യാവശ്യം എന്തോരം വേണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പോരായെങ്കിൽ ചേർക്കണം കേട്ടോ. പിന്നെ ഏതാണ്ട് കണ്ടോ ഉപ്പും അതുപോലെ തന്നെ ഇട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പോരായ്മയുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചോണം കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം തീയിൽ ഫ്രൈ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തുടയ്ക്കണം. എന്നിട്ട് ഒഴിച്ച് പരത്തിയതിന് ശേഷം സൈഡിലും കുറേശ്ശെ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് മൂക്കുമ്പോൾ ഇളക്കിയെടുക്കാൻ സൗകര്യപ്പെടും. എന്നിട്ടൊന്ന് മറിച്ചിടണം കണ്ട. മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എണ്ണ തേക്കണ്ട. ആദ്യം മറിക്കുമ്പോൾ മതി എണ്ണ സൈഡിൽ. അധികം എണ്ണയും വേണ്ട, കുറേശ്ശെ മതി, ഒന്ന് തൂത്താൽ മതി. എന്നിട്ട് ഞാൻ എല്ലാം ശരിയാക്കി എടുത്തു, പ്ലേറ്റിലോട്ട് എടുത്തു. ഇത് ഞാൻ ഈ ഉണ്ടാക്കിയതുപോലെ കണ്ടോ പ്ലേറ്റിലിരിക്കുന്ന കണ്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടേ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.